ഹരിയേട്ടൻ എനിക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുക. ഇപ്പൊ ഞാൻ ഇറങ്ങി ചെന്നില്ലെങ്കിൽ പിന്നെ ഏട്ടൻ ഇനി ഒരിക്കലും എന്നെ തേടി വരില്ല. എന്നോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ചതുകൊണ്ടല്ലേ ഹരിയേട്ടൻ ഈ റിസ്ക് എടുക്കുന്നത്. ഈ വിമല എന്താ ഇനിയും വരാത്തത്? ഞാനിവിടെ തീ ചവിട്ടി നിൽക്കണം, നമുക്കറിയില്ലേ? ആരെങ്കിലും വന്ന് കണ്ടാല്. പക്ഷെ ഇലഞ്ഞിക്കൽ തറവാട്ടിലെ മൂത്ത കുട്ടി ഒരുത്തന്നോട് ഒളിച്ചോടി പോയിന്ന് നാളെ നാട്ടിൽ പാട്ടായ ഈ വീട്ടിലുള്ളവര് നാളെ എങ്ങനെ തലയുയർത്തി നിൽക്കും? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. എന്തെങ്കിലും ഒന്ന് പറ. ഇപ്പൊ പോയില്ലെങ്കിൽ എനിക്ക് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ എന്റെ ജീവിതമല്ലേ നോക്കേണ്ടത്. നാട്ടുകാരെന്ത് പറയുന്നു വിചാരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു തരത്തിൽ ഞാനിങ്ങനെ പോകാൻ പാടില്ലെങ്കിൽ ഹരിയേട്ടനെ നീ തന്നെ ഇവിടെ എത്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം നിന്റെ പ്ലാനിങ് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് പോവാ. മാർഗതടസ്സം സൃഷ്ടിക്കാതെ എന്റെ കൂടെ ഉണ്ടാവണം ഈശ്വര. ചേച്ചി എന്താ വരുന്നാരും വിളിച്ചു പറയായിരുന്നേ? അത് പിന്നെ മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നാണല്ലേ. നീ വന്നല്ലോ. നിന്നെ കാണാതെ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. എന്റെ പൊന്നിനെ കണ്ടിട്ട് ഒരു നൂറ്റാണ്ടായെന്ന് തോന്നുക. വിസ്മയേച്ചി പൊന്ന്, ബാക്കിയുള്ള ഞങ്ങളൊക്കെ വെള്ളിയും വെങ്കലവും അല്ലേ അമ്മേ? ഇവളെ ഇവിടുത്തെ പൊന്നുംകുടം തന്നെയാ. അതിനെ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല. ഓ ശരി ശരി, എല്ലാരും കൂടെ പിടിച്ച് അമർത്തി ആ പൊന്നുംകുടത്തിനെ പൊട്ടിക്കാതിരുന്നാ മതി. അല്ല വിമലേച്ചി എന്താ ഒന്നും പറയാത്ത? ഏയ് ഒന്നുമില്ല, നീ വന്നതിന്റെ ഒരു സന്തോഷം. ഒന്നുമില്ലാതല്ല, ഒരുപാട് പറയാനുണ്ട് ഇവിടെ. നീ ഒന്ന് വന്നോട്ടേ എന്ന് വിചാരിച്ചതാ. ആ മോളകത്തേക്ക് വാ. ഈ കുടുംബത്തില് വിസ്മയ്ക്ക് മാത്രമേ പൊന്നിന്റെ തിളക്കമുള്ളൂ. വീണ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ വെള്ളിയോ വെങ്കലോ ആണ്. ഞാനിവിടെ നിന്നാ വെങ്കലം പോലും ആവില്ല, മൺകലം പോലെ ആവും. ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, ഇപ്പൊ തന്നെ.
ഈശ്വര, അപ്പൊ ആ അവസരം നഷ്ടപ്പെട്ടോ? ഛെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.